പ്രിയരെ, ബോണിലെ ഇൻ്റർനാഷണൽ പോയട്രി സെഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജർമ്മൻ പ്രൊഫസർ അന്നക്കുട്ടി മാഡത്തിൻ്റെ അഡ്നാവിലുള്ള ഗൃഹത്തിലേക്ക് പോയി. അവിടെയായിരുന്നു 2 നാൾ കേട്ടോ താമസിച്ചത്. പിന്നെ ബോണിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് ഇവരുടെ വീട്. പിറ്റേന്ന് ഞങ്ങൾ പ്രകാശിൻ്റെ കാറിൽ ഹിമ്മ റോഡ് സിസ്റ്റർഷ്യൻ ആബി, വാഴ്ത്തപ്പെട്ട മാതാവിൻ്റെ പള്ളിയിലേക്ക് പോയി കേട്ടോ. ജർമ്മനിയിലെ റൈൻലാൻഡ് പാലറ്റിനേറ്റ് സംസ്ഥാനത്തിലെ സാൽം താഴ്വരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമ്മ റോഡ് സിസ്റ്റർഷ്യൻ ആബി പ്രകൃതിയും പ്രാർത്ഥനയും അധ്വാനവും ഒന്നിച്ചു ചേർന്ന ഒരു വിശുദ്ധ സ്ഥാനമാണിത് കേട്ടോ. ഓറായെറ്റ് ലബോറ എന്നാൽ ജർമ്മൻ വാക്കാണ്. പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ബെനഡിക്റ്റൻ ആത്മീയതയാണ് ഈ ആശ്രമത്തിൻ്റെ അടിത്തറ കേട്ടോ. 1998 ആരംഭിച്ച സിസ്റ്റർഷ്യൻ സഭയുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ ഈ ആശ്രമം വിശുദ്ധ ബെർണാഡ് ഓഫ് ക്ലെയർവോയുടെ പ്രചോദനത്താൽ 1135 രൂപം കൊണ്ടത്. അപ്പോൾ ട്രയർ ആർച്ച് ബിഷപ്പ് ആൽബറയോടൊപ്പം അദ്ദേഹം ഈഫൽ മലനിരകളിലെ സാൽം താഴ്വര തിരഞ്ഞെടുത്തത് മനുഷ്യൻ ദൈവത്തെ നിശബ്ദതയിൽ കണ്ടെത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇതാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. ഈ ആശ്രമത്തിന് ആദ്യം നൽകിയ പേര് ക്ലോസ്ട്രം ബീറ്റെ മരിയ വിർജിനിസ് എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം വാഴ്ത്തപ്പെട്ട കന്യാമറിയത്തിൻ്റെ ഗർഭപാത്രം, അഥവാ പുതിയ ആത്മീയ ജീവിതം ജന്മമെടുക്കുന്ന ഇടം എന്നതാണത്രേ അത്. പിന്നീട് ഈ സ്ഥലം ഹിമ്മ റോഡ് എന്ന പേരിൽ പ്രസിദ്ധമായി. അപ്പോൾ സിസ്റ്റർഷ്യൻ സന്യാസിമാർ വനങ്ങളും താഴ്വരകളും കൃഷിയോഗ്യമാക്കി മാറ്റിയ അധ്വാനികളുടെ പ്രതീകമായിരുന്നു. അവർ പ്രകൃതിയെ നശിപ്പിച്ചില്ല, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിന് അനുയോജ്യമാക്കി തീർത്തു. ഇന്നും ഹിമ്മ റോഡിൻ്റെ മനോഹരമായ താഴ്വരയും ശാന്തമായ അന്തരീക്ഷവും ആ പാരമ്പര്യത്തിൻ്റെ സാക്ഷ്യമാണ്. ഈ ആശ്രമത്തിൻ്റെ രക്ഷാധികാരി വാഴ്ത്തപ്പെട്ട കന്യാമറിയമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 15 മറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ഇവിടെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ പ്രാർത്ഥനയ്ക്കും ആത്മീയ ശാന്തിക്കും വേണ്ടി ഇവിടെ എത്തുന്നു. അപ്പം ഞങ്ങൾ പോയ സമയത്ത് കുറേ പേര് വന്ന് നിശബ്ദരായി വന്നിരുന്ന് ഹാളിൽ വന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവരിങ്ങനെ അത് സന്ദർശിച്ച് കടന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും ഇതാണ് വാഴ്ത്തപ്പെട്ട മാതാവ്. അങ്ങനെ ഞങ്ങളും അതേപോലെ അവിടെ ഇരുന്ന് നിശബ്ദരായിരുന്നു. കാരണം ഈ ആൾക്കൂട്ടത്തിൻ്റെ ബഹളം ജീവിതത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ബഹളം നിറഞ്ഞ ഒരു ലോകത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ശാന്തി നിറഞ്ഞ ലോകത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ചെറുതല്ല. നമുക്കൊരു ആത്മശാന്തി ലഭിക്കും. ഈ ഒഴിഞ്ഞ വരാന്തകളും ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷവും വളരെ സന്തോഷകരമായിട്ട് തോന്നി. ഈ മുകളിലുള്ള ഈ സൈലോഫോണിൻ്റെ ഒരു ഉപകരണം കണ്ടില്ലേ, അത് ഈ അവസരത്തിൽ ഇവർ അവിടുന്ന് പ്ലേ ചെയ്യുന്ന പറയുന്ന കേട്ടോ. ഈ അവിടെ പ്രാർത്ഥനകൾ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത്. അപ്പം അങ്ങനെയുള്ള കുറേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ സംഗതികൾ കേട്ടോ. അപ്പോൾ ഓരോരോ പ്രതിമകളും വളരെ വളരെ മനോഹരമായി തോന്നി. പിന്നെ നമ്മളൊക്കെ സംസാരിക്കാതെ നിശബ്ദരായി കാലടിയുടെ ഒച്ച പോലും കേൾപ്പിക്കാതെയാണ് നടന്നത്. അവിടെ ഞങ്ങൾ നിശബ്ദരായി നടക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യും. വീഡിയോ എടുക്കാൻ അനുവദനീയമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. പിന്നെ അവിടെ ഇരുന്ന് നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പിന്നെ അവിടെ പിന്നെ മെഴുകുതിരി കത്തിക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ മെഴുകുതിരി കത്തിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ കുറച്ച് മെഴുകുതിരി ഞാൻ എടുത്ത് കത്തിച്ചു കേട്ടോ അവിടുന്ന്. അപ്പോൾ പിന്നെ അതൊരു വലിയൊരു പ്രാർത്ഥന പോലെ ഞാൻ അവിടുന്ന് പിന്നെ മെഴുകുതിരി കത്തിച്ചു. അപ്പോൾ എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ആശ്രമത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ഒരു 92 വയസ്സുള്ള ഒരു വൈദികനാണ്. അപ്പോൾ ഈ വൈദികന് ശേഷം ഈ ഒരു മ്യൂസിയത്തിന് ഈ ഒരു പള്ളിയെ മ്യൂസിയമാക്കാനാണ് അത്ര ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അതിന് ശേഷം പിന്നെ ഒരു പാസ്റ്റർ ഇല്ല, അവർക്കൊരു പിൻഗാമി ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോഴേ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു
പിന്നെ പിന്നെ പള്ളിയെ മ്യൂസിയമാക്കി ജർമ്മനിയിലെ ഈ ഒരു ശാന്തസുഭകമായ സ്ഥലത്ത് സൂക്ഷിക്കാം എന്നാണ് ഇത്രയും ഇവരുടെയൊക്കെ തീരുമാനം. അപ്പോൾ ഈ ഒരു പള്ളിയിൽ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഒരു പിന്നെ ഇതൊക്കെ വെക്കുന്ന ബുക്സൊക്കെ വെക്കുന്ന ക്യൂരിയോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ട് തൊട്ടടുത്ത് തന്നെ. അവിടെ നല്ല നല്ല പുസ്തകങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിന് ശേഷം അദ്ദേഹത്തിനെ കാണാൻ പോയി. 92 വയസ്സുള്ള ഈ മനുഷ്യനെ കാണാൻ പോയി. നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാൻ പോയി, ഞങ്ങൾ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ ഒരു പിന്നെ പാസ്റ്റർ അവസാനത്തെ ഈ പള്ളിയുടെ അവസാനത്തെ പാസ്റ്ററുടെ കൂടെയുള്ള ഫോട്ടോ ആണ്. അന്നക്കുട്ടി മാഡവും പ്രകാശും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ ഈ നൂറ്റാണ്ടുകളായി നിലനിന്ന സന്യാസ ജീവിതത്തിൻ്റെ ചരിത്രവും ആത്മീയ പൈതൃകവും ഭാവി തലമുറയ്ക്ക് സംരക്ഷിക്കാനുള്ള ഒരു മഹത്തായ ശ്രമമാണ് ഇതെന്ന് എനിക്ക് തോന്നി. ഹിമ്മറോഡ് ഒരു പഴയ കെട്ടിടം മാത്രമല്ല, പ്രാർത്ഥനയും അധ്വാനവും പ്രകൃതി സ്നേഹവും ചേർന്ന ജീവനുള്ള ഒരു ചരിത്രമാണ്. അവിടെ നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രാർത്ഥിച്ച സന്യാസിമാരുടെ നിശബ്ദമായ ശബ്ദം ഇന്നും കാറ്റിലൂടെ ഒഴുകുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ശാന്തി നിറയുന്നതായി തോന്നി. നന്ദി പ്രിയരെ.